ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോ സ്വർണം മോഷ്ടിച്ചെന്ന് SIT റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടികൾ. കോടതിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ പോറ്റിക്ക് നേരെ ചെരിപ്പേറുണ്ടായി. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. തട്ടിയെടുത്ത സ്വർണം ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ വീതം വെച്ച് നൽകിയെന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ആരൊക്കെ പ്രതികളായാലും അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ചോദ്യം ചെയ്യലിനായി പോറ്റിയെ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ജോസി ബാബുവും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് സിജോ വിജോണും വിവരങ്ങൾ നൽകും. സിജോ, ഇപ്പോൾ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. ഇപ്പോൾ അന്വേഷണ സംഘം പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണോ? ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇഞ്ചക്കലിലുള്ള ഈ ക്രൈംബ്രാഞ്ചിന്റെ എത്തിച്ചിരിക്കുന്നത്. വിശദമായി തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ IPS ഉൾപ്പെടെ ഉണ്ട്. ഇനി തുടർ ചോദ്യം ചെയ്യലിലേക്ക് പോകും. ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം 10 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തിരുന്നത്. ാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത്. താൻ ഒരു സ്പോൺസറായാണ് അവിടെ എത്തുന്നത്. ആ സമയം മുതൽ തനിക്ക് എല്ലാവിധ പിന്തുണയും ഈ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. അതിനുവേണ്ടിയുള്ള സകല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അതിന്റെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതിന്റെ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു മൊഴിയാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. ഇത്തരം ആളുകളിൽ ആർക്കൊക്കെയാണ് ഇത് ഈ രീതിയിൽ സഹായം എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉരുക്കിയ ശേഷം 474 ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് കൽപേഷിന് കൈമാറിയിരിക്കുന്നത്. ആ സ്വർണം എവിടെയാണെന്ന് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ കോടതിയിൽ എത്തിച്ചതിന് ശേഷം അതിന്റെ റിമാൻഡ് റിപ്പോർട്ടും കസ്റ്റഡി റിപ്പോർട്ടും ഒക്കെ വിശദമായി പരിശോധിച്ചിരുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് 2 കിലോ സ്വർണം ഇയാൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടി വരും. ഇതിൽ പ്രാഥമികമായ രീതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകും. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒറ്റയ്ക്കും അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റ് പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരുമിച്ച് ഇരുത്തിയും ചോദ്യം ചെയ്യലിലേക്ക് പോകും. അങ്ങനെ കൂട്ടത്തോടെ രണ്ടുപേരെയൊക്കെ ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അതൊരു വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൊരു ക്ലാരിറ്റി വളരെ വേഗത്തിൽ ഉണ്ടാകുകയും ചെയ്യും. അതിനുള്ള തുടർ നടപടികളിലേക്കാകും വളരെ വേഗത്തിൽ തന്നെ കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ശബരിമലയിലും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ചെന്നൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് സംഘം വളരെ വേഗത്തിൽ തന്നെ കടക്കുകയാണ്. സിജോ, എന്തായാലും കോടതിയിൽ ഇന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാനായി ജോസി ബാബു കൂടി ചേരുന്നുണ്ട്. ജോസി, ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ക്രമക്കേടുകളെ കുറിച്ച്, ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? ദിവ്യ, ഇന്ന് രാവിലെ 8:30യോടെയാണ് തിരുവനന്തപുരത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ ജനത്തിരക്കായിരുന്നു കോടതിക്ക് പുറത്തും വരാന്തകളിലുമൊക്കെയും ഉണ്ടായിരുന്നത്. പിന്നീട് കേസ് പരിഗണിച്ച വേളയിൽ ഈ മുഴുവൻ ആളുകളും, ഈ കേസുമായി ബന്ധമില്ലാത്ത മുഴുവൻ ആളുകളും പുറത്തു പോകണമെന്ന നിർദ്ദേശം മജിസ്ട്രേറ്റ് അറിയിക്കുകയും പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ട് ആളുകളെ വരാന്തയിൽ നിന്നും കോടതി ഹാളിൽ നിന്നും മാറ്റുകയും ചെയ്തു. അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ. 3/4 മണിക്കൂറോളം ഈ കോടതി നടപടികൾ നീണ്ട വാദപ്രതിവാദങ്ങളും നടന്നു. ദീർഘദിവസങ്ങൾ കസ്റ്റഡിയിൽ നൽകരുത് എന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അതുകൊണ്ട്
കുറച്ച് ദിവസങ്ങൾ മാത്രമേ കസ്റ്റഡി അനുവദിക്കാമോ എന്നുള്ള ആവശ്യമായിരുന്നു വെച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് കൂടുതൽ ദിവസം ചോദ്യം ചെയ്യേണ്ടതുണ്ട്, സംസ്ഥാനത്ത് പുറത്തടക്കം കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യമാണ്, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുത്തി പല കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഒടുവിലാണ് ഒക്ടോബർ 30 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ അനുവദിച്ചത്. ഇതിന് പിന്നാലെ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു BJP പ്രവർത്തകർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പെറിഞ്ഞ് പ്രതിഷേധിച്ചത്. ജീപ്പിൽ കയറുന്ന വേളയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കേസ് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നടത്തിയത്. തന്നെ കുടുക്കിയ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ചെറിയൊരു മറുപടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത്. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. റിമാൻഡ് റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ: ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോയോളം സ്വർണം പൂഴ്ത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോയോളം സ്വർണം അടിച്ചു മാറ്റിയതെന്നാണ് വ്യക്തമാക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരം. അനേക ലക്ഷം വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തിയെന്നടക്കമുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. അതോടൊപ്പം സ്മാർട്ട് ക്രിയേഷന് ഈ കേസിൽ നിർണായകമായ പങ്കുണ്ട്, കസ്റ്റഡി ആവശ്യമാണെന്നുള്ള കാര്യമടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടത് ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ കസ്റ്റഡി അപേക്ഷയുടെ വിവരങ്ങളും പുറത്തു വന്നു. ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ സാഹചര്യമടക്കം ഈ കസ്റ്റഡി അപേക്ഷയിൽ ചേർത്തിട്ടുണ്ട്. പ്രധാനമായും അറസ്റ്റിലേക്ക് കടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോകാനുള്ള ശ്രമം നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കഴിഞ്ഞ ദിവസം സ്വിച്ച് ഓഫ് ആയി. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റഡി അപേക്ഷയിലും വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഏതായാലും 1.5 മണിയോടുകൂടിയാണ് കോടതി നടപടികളൊക്കെയും പൂർത്തിയാക്കി പത്തനംതിട്ടയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. ദിവ്യ. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു വരികയാണ്.